നമസ്കാരം, ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ടൈമർ സീറോയുടെ കാര്യങ്ങളെ പറ്റിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈമർ 1. അതായത് ടൈമർ സീറോയും ടൈമർ 1ഉം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ടൈമർ സീറോ 8 ബിറ്റും ടൈമർ 1 16 ബിറ്റുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് ടൈമർ 1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോർമുലയിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേഞ്ച് 65535 ആണെന്ന്. അപ്പോൾ നമുക്ക് ടൈമർ സീറോനെ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ടൈമർ സീറോയുടെ വാല്യൂ TIMR0 = 158 ഇങ്ങനെയാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ടൈമർ 1L = ഒരു നമ്പർ, അതായത് ഈ പറയുന്ന ഇത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. കണ്ടോ, അത് 8 ബിറ്റ് TMR1L എന്ന് പറയുന്നത് ഒരു 8 ബിറ്റും TMR1H എന്ന് പറയുന്നത് ഒരു 8 ബിറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എഴുതിയത് ഇവിടെ ടൈമർ 0 എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അത് 8 ബിറ്റ് ആയതുകൊണ്ടാണ് ടൈമർ 0 എന്ന് എഴുതിയത്. ഇതിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലയിൽ 65536 മൈനസ് ഡിലേ ഇൻറ്റു FOSC ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പ്രീ സ്കെയിൽ വാല്യൂ. അപ്പോൾ നമ്മൾ പ്രീ സ്കെയിൽ വാല്യൂ മറ്റേ നമ്മൾ ടൈമർ സീറോയിൽ ചെയ്ത പോലെ അല്ല പ്രീ സ്കെയിൽ വാല്യൂ. ഇതിനകത്ത് വ്യത്യാസമുണ്ട് പ്രീ സ്കെയിൽ വാല്യൂ. അപ്പോൾ ടൈമർ 1ൻ്റെ രജിസ്റ്റർ ഒന്ന് നോക്കാം. ടൈമർ 1നെ കൺട്രോൾ ചെയ്യുന്നത് T1 കോൺ എന്ന് പറഞ്ഞ രജിസ്റ്റർ വെച്ചിട്ടാണ് ടൈമർ 1നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രീ സ്കെയിൽ കണ്ടോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പ്രീ സ്കെയിൽ. ഇതിനകത്ത് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേതുപോലെ അല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അത് ടൈമർ സീറോയുടെ വീഡിയോയിൽ കണ്ടത്, നമ്മളൊരു പ്രീ സ്കെയിൽ 256 എന്ന് പറഞ്ഞാൽ പ്രീ സ്കെയിൽ എടുത്ത്. ഇതിനകത്ത് 256 എന്ന് പറഞ്ഞാൽ പ്രീ സ്കെയിൽ ഇല്ല. ഇതിനകത്ത് 1, 2, 4, 8 അങ്ങനെ ഒരു പ്രീ സ്കെയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് 2 എന്ന് പറയുന്ന പ്രീ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഫോർമുല ചെയ്യാൻ പോണത്. ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ 65536 മൈനസ്, നമുക്ക് 10 മില്ലി സെക്കൻഡ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് 0.01 ഇൻറ്റു 10 മെഗാഹെർട്സ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2. 2 ആണ് പ്രീ സ്കെയിൽ വാല്യൂ. ഉത്തരം നമുക്ക് ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ 12500 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ വാല്യൂ കുറയ്ക്കണം. അപ്പം മൈനസ് 65536 കുറയ്ക്കുമ്പോൾ നമുക്ക് 53036 എന്നാണ് വരിക. അപ്പോൾ ഈ വാല്യൂ ഒരൊറ്റ വാല്യൂ ആണ്.
ഈ വാല്യൂവിന് നമ്മൾ എങ്ങനെ കൊണ്ടുപോയി രണ്ട് രജിസ്റ്ററിലായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് ഹെക്സാഡെസിമലിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ 53036 എന്നാണ്. ടു ഹെക്സാഡെസിമൽ അടിച്ചാൽ ഇവിടെ നമുക്ക് 0xCF2C എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബിറ്റ്, അതിൽ നിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിക്കേണ്ടത്. ആദ്യത്തെ രണ്ടെണ്ണം 2C എന്നുള്ളതും ഒന്നാമത്തെ രജിസ്റ്ററിലും, അത് ലോ രജിസ്റ്ററിലും രണ്ടാമത്തെ ഹൈ രജിസ്റ്ററിലും കൊടുക്കണം. അതുകൊണ്ടാണ് 2CCF എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്നത് നോക്കിയേ, TIMER1L ഈക്വൽ ടു 0x2C. അതായത് വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് വായിക്കുമ്പോൾ 2C ആദ്യം വരുന്നു. രണ്ടാമത്തെ TIMER1H ഈക്വൽ ടു 0xCF. അത് രണ്ടാമത്തെ വലത് സൈഡിൽ നിന്ന് രണ്ടാമത്തെ വാല്യൂ ആയ CF അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് രജിസ്റ്ററുകളായിട്ട് അതിൻ്റെ വാല്യൂ കൊടുത്തു. അത് ഇനി നേരെ വൈൽ ഓഫ് 1 വന്നു. TIMER1IF ഇൻ്റർ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്തു. ദെൻ 0 അല്ലെങ്കിൽ TIMER1IF ഈക്വൽ ടു 0. നമ്മൾ ഇത് 0 അല്ലാതാവുന്ന പക്ഷം ഇതിനെ 0 ആക്കണം. എന്നിട്ട് നമ്മൾ താഴെ വന്നിട്ട് എഴുതിയേക്കാണ് RB0 ഈക്വൽ ടു RB0 ടോഗിൾ 1. അതായത് RB0 എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് RB0 ഹൈ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് അടുത്ത ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ സെയിം തന്നെ ഒറ്റ വരിയിൽ നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മളിത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പ്രോട്ടോസ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, പ്രോട്ടോസിൽ വന്നിട്ടുണ്ട്. നമ്മൾ 10 മില്ലി സെക്കൻഡ് ആണ് കാണാൻ പോണത്. നമ്മുടെ ഒരു കണ്ടോ 10 മില്ലി സെക്കൻഡ് ആണ് വന്നേക്കുന്നത്. അത് നമ്മൾ പറഞ്ഞേക്കുന്നത് അതായത് ഹൈ സൈഡ് എത്രയാണോ നേരെ അടുത്ത മൊമെൻറ്റിൽ അല്ലെങ്കിൽ അടുത്ത മൈക്രോ സെക്കൻഡിൽ അത് നേരെ തിരിച്ചു വരണമെന്ന് വെച്ചാൽ ഹൈ സൈഡും ലോ സൈഡും ഒരുപോലെയാണ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിരിച്ചെഴുതണം, നമുക്ക് എന്തോരം ഹൈ സൈഡ് വേണം അല്ലെങ്കിൽ നമുക്ക് എന്തോരം ലോ സൈഡ് വേണം. നമ്മൾ മറ്റേ പോലെ നമ്മൾ ആദ്യം ടൈം സീറോയിൽ കണ്ട പോലെ പിരിച്ചെഴുതണം. രണ്ടായിട്ട് പിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാം. അതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ടൈമർ 1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പം പ്രീ സ്കെയിൽ ഏത് വേണം എന്നുള്ളത് നമ്മൾ മാറ്റി നോക്കണം. ഒരു കാര്യം പറഞ്ഞു തരാൻ വിട്ടുപോയി. T1 കോൺ എന്ന് പറയുന്ന രജിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ടൈമർ 1നെ കൺട്രോൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഇതിൽ അൺഇംപ്ലിമെൻറ്റ് ബിറ്റാണ്, അത് 7ഉം 6ഉം അൺഇംപ്ലിമെൻറ്റ് ബിറ്റാണ്. പിന്നത്തെ 2 ബിറ്റ് നമുക്ക് ഉപയോഗമുണ്ട്, അത് നമുക്ക് പ്രീ സ്കെയിലർ ആയിരുന്നു കൊടുക്കാനുള്ളത്. പിന്നത്തെ ലാസ്റ്റ് അതായത് 0th ബിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ പിന്നീട് അടുത്ത പറഞ്ഞു തരുന്ന സമയത്ത്, കൗണ്ടറൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ടൈമർ ഓൺ അതായത് ഈ ലാസ്റ്റ് ബിറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ 0B കണ്ട T1 കോൺ 0B ആദ്യത്തെ 2 ബിറ്റ് അൺലിമിറ്റഡ് ബിറ്റാണ്. അത് നമ്മൾ പ്രീ സ്കെയിൽ ചൂസ് ചെയ്തേക്കുന്നു. 2 എന്ന് പറഞ്ഞാൽ പ്രീ സ്കെയിൽ ചൂസ് ചെയ്തേക്കുന്നു. അത് കഴിഞ്ഞ് ഉള്ള ബിറ്റുകൾ നമുക്കിപ്പോൾ തൽക്കാലം ഉപയോഗമില്ല. ലാസ്റ്റ് T1 കോൺ ഓൺ ചെയ്തേക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ എന്തിനു വേണ്ടിയാണ് ടൈമർ പഠിക്കുന്നതാണ് അറിയാമല്ലോ. ടൈമർ പഠിക്കുന്നത് എന്തിനാ? നമ്മൾ ടൈമർ ചെയ്യുന്നത് ഒരു സമയത്ത് നമുക്ക് പല ഡിവൈസുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വളരെ മൈക്രോ സെക്കൻഡ് സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യിക്കാൻ വേണ്ടി, ആ മൈക്രോ കൺട്രോളിനെ കുറിച്ച് അത് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈമർ ഉപയോഗിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു LCD പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോട്ടർ കറങ്ങണം, അല്ലെങ്കിൽ ഒരു മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു
അടപ്പ് തുറക്കണം, അല്ലെങ്കിൽ എൻ്റെ അടപ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ 4 പ്രാവശ്യം കറങ്ങണം, 10 പ്രാവശ്യം കറങ്ങണം. അങ്ങനെയൊക്കെ നമ്മൾ CNC മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഒരുപാട് ഫങ്ഷൻസ് ഒരു സമയത്ത് നടക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മൈക്രോ സെക്കൻഡ്. ആ ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര സ്പീഡിലാണ് അത് പോകുന്നത്. അതുകൊണ്ട് അത്ര ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റാത്തത്. ശരിക്കും അത് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഈ കാൽക്കുലേഷനൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കാത്തത്, എനിക്ക് കാൽക്കുലേഷനിൽ വലിയ താല്പര്യമില്ല, എനിക്ക് വലിയ അറിവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാറിന് കാൽക്കുലേഷനിലൊക്കെ എൻ്റെ വൈഫാണ് എന്നെ സപ്പോർട്ട് ചെയ്യാറ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.